ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നഗരത്തിൽ പകർച്ചവ്യാധികൾ തടയാൻ കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് കോർപ്പറേഷൻ നടത്തുന്നത്. ഡെങ്കി പോലുള്ള രോഗങ്ങൾ പടരുമ്പോൾ ആവശ്യമായ പ്രതിരോധം തീർക്കാൻ ആരോഗ്യവകുപ്പും രംഗത്തുണ്ട്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയും പ്രതിരോധ നടപടിയിലൂടെയും രോഗങ്ങൾ അകറ്റാമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷനും ആരോഗ്യ വിഭാഗവും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. DLO ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കട അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ മുതിർന്നാൽ കട അടച്ചിട്ട് സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. ശുചിത്വ നഗരത്തിനായി ജനങ്ങൾ സഹകരിക്കണമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ശില്പശാല. കുടിവെള്ളം കിട്ടാക്കനി. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലും തഴയപ്പെട്ട് ബാലുശ്ശേരിയിലെ കൂനഞ്ചേരി കോക്കല്ലൂർ പ്രദേശങ്ങൾ. പ്രക്ഷോഭവുമായി ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. DLO ലൈസൻസ് ഇല്ലെന്ന പേരിൽ ഏതെങ്കിലും കട അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ മുന്നോട്ട് വന്നാൽ നഗരത്തിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി വ്യാപാരികൾ പ്രതിഷേധ സമരത്തിനൊരുങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. അടിയന്തരമായി ചേർന്ന വ്യാപാരികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിഠായി തെരുവ് തീപിടുത്തത്തെ തുടർന്ന് കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്ന സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് അഥവാ DLO സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീന്റെ അധ്യക്ഷതയിൽ വ്യാപാരികളുടെ അടിയന്തര യോഗം ചേർന്നത്. ഗവൺമെന്റും കലക്ടറും ഉൾപ്പെടെ എല്ലാവരും കച്ചവടക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള ഈ നടപടി ആരുടെയൊക്കെയോ ആവശ്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് ടി നസ്രുദ്ദീൻ കുറ്റപ്പെടുത്തി. DLO ലൈസൻസുകൾ ഇല്ലാത്ത സ്ഥാപനങ്ങൾ അതുടൻ കൈക്കൊള്ളുമെന്നും അതിനുള്ള സമയം പോലും അനുവദിക്കാതെ ഏതെങ്കിലും കച്ചവട സ്ഥാപനം പൂട്ടാനാണ് തീരുമാനമെങ്കിൽ നഗരത്തിലെ എല്ലാ കടകളും അടച്ചുപൂട്ടി വ്യാപാരികൾ പ്രതിഷേധ സമരത്തിനൊരുങ്ങുമെന്നും ടി നസ്രുദ്ദീൻ പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനും കോർപ്പറേഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും വ്യാപാരികൾ തയ്യാറാണ്. എന്നാൽ കടകൾ അടച്ചുകൊണ്ടുള്ള ഒരു നടപടിക്കും തയ്യാറല്ലെന്നും വ്യാപാരികളും അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിമാരായ കെ സേതുമാധവൻ, AV കബീർ, ജനറൽ കൺവീനർ അഷ്റഫ് മൂത്തേട തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നാട് മുഴുവൻ രൂക്ഷമായ വരൾച്ചയിലും കുടിവെള്ളക്ഷാമത്തിലും ബുദ്ധിമുട്ടുമ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലും തഴയപ്പെട്ട ഗ്രാമം. ബാലുശ്ശേരി പഞ്ചായത്തിലെ കൂനഞ്ചേരി പ്രദേശത്തിനാണ് ഈ ദുർഗതി. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ പണമടച്ച് കുടിവെള്ളത്തിനായി കാത്തിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് ബാലുശ്ശേരി പഞ്ചായത്ത്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന രീതിയിൽ കൊണ്ടുവന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും പഞ്ചായത്തിലെ 16 വാർഡുകളെ ഭാഗികമായും 17ാം വാർഡിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ജോലികൾ പുരോഗമിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ പറഞ്ഞു. കോക്കല്ലൂർ, തുരുത്തിയാട്, കൂനഞ്ചേരി പ്രദേശങ്ങളെ മാപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാരണം പറഞ്ഞാണ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയത്. ആദ്യ സർവേയിൽ മാപ്പിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഇവ. ജലം എത്തുമെന്ന നിഗമനത്തിൽ 150ഓളം കുടുംബങ്ങൾ പണമടച്ച് വെള്ളത്തിനായി കാത്തിരിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച പരിഹരിക്കാൻ MLA, MP, വാട്ടർ അതോറിറ്റി, വകുപ്പ് മന്ത്രി എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇത്തരം വിവേചനപരമായ നടപടിക്ക് പിന്നിലെന്നും പഞ്ചായത്ത് പ്രതിനിധികൾ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെയ് 25-ന് കോഴിക്കോട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പിക്കറ്റിംഗ് സമരം നടത്തുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം പൊതു ഉത്തരവാദിത്തമായി കണ്ട് പൂർണ്ണ ശുചിത്വ നഗരത്തിനായി ജനങ്ങൾ കോർപ്പറേഷനുമായി സഹകരിക്കണമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കോഴിക്കോട് കോർപ്പറേഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, നഗരസഭാ ഹെൽത്ത് വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മഴക്കാലപൂർവ്വ ശുചീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ.
പകർച്ചവ്യാധികൾ മൂലം കേരളം ദുരിതം നേരിടുന്ന സാഹചര്യത്തിലാണ് നഗരത്തിന്റെ ശുചിത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാനും ജനങ്ങളിൽ വ്യക്തമായ ശുചിത്വ അവബോധം സൃഷ്ടിക്കുവാനും കോഴിക്കോട് കോർപ്പറേഷനും സ്വച്ഛ് ഭാരത് മിഷനും നഗരസഭാ ഹെൽത്ത് വിഭാഗവും സംയുക്തമായി രംഗത്തെത്തിയിട്ടുള്ളത്. നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെയാണ് ടാഗോർ സെന്റിനറി ഹാളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ശില്പശാല സംഘടിപ്പിച്ചത്. ആരോഗ്യകാര്യ സമിതി ചെയർമാൻ KV ബാബുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം പൊതു ഉത്തരവാദിത്തമായി കണ്ട് പൂർണ്ണ ശുചിത്വ നഗരത്തിനായി ജനങ്ങൾ കോർപ്പറേഷനുമായി സഹകരിക്കണമെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാവർക്കും അസുഖം വന്നിട്ട് നമുക്ക് ചികിത്സ എന്നുള്ളതൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അതാണ് നമുക്ക് ഇവിടെ നിന്ന് ആലോചിക്കേണ്ടത്. ഇവിടെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നമുക്കൊരു പഴയ ജനകീയ ആസൂത്രണ പദ്ധതികളൊക്കെ മാതിരി ജനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തണം എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും നല്ല സിറ്റിയായിട്ട് കോഴിക്കോടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. സി ലക്ഷ്മി 6ാം ഘട്ടത്തിൽ തൊഴിലാളി ആബിദ സക്കീർ എ ആബിദ വിമല നമ്പിടി നാരായണൻ ആശംസിക്കുന്നു. കൌൺസിലർ നമ്പിടി നാരായണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP വേലായുധൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത രാജൻ, ഡോക്ടർ മയൂറൂഫ് രാജ്, കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ T ജയകൃഷ്ണൻ, ഹെൽത്ത് ഓഫീസർ RS ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേവരാജ സംഗീതത്തിൽ സ്വയം അർപ്പിച്ച് സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ. ഗുരുവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സംഗീതത്തിലൂടെയും രചനയിലൂടെയും ആദരമർപ്പിക്കുകയാണ് അദ്ദേഹം. ഗുരുശിഷ്യ ബന്ധത്തിന്റെ അമൂല്യ സ്മരണകൾ നിറഞ്ഞ പുതിയ രചന കൂടി വായനക്കാരിലേക്ക് എത്തുകയാണ്. കാലാതിവർത്തിയായ ഈണങ്ങളുടെ മഹാസാഗരം മലയാളത്തിന് സമ്മാനിച്ച അപൂർവ പ്രതിഭയാണ് ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്റർ എന്ന മരത്തിന് തണലിൽ ഒതുങ്ങി സംഗീതത്തിന്റെ ഉള്ളറകൾ മനസ്സിലാക്കിയ M ജയചന്ദ്രൻ എന്ന പ്രിയ ശിഷ്യന് ഗുരുവിനെക്കുറിച്ച് പറയാൻ നാവുകൾ ഏറെയാണ്. ഗുരുവിന്റെ ഈണങ്ങളിൽ സ്വയം അലിഞ്ഞ് സംഗീത ലോകത്ത് ഇപ്പോഴും ഗുരുവിന്റെ ശിഷ്യനായി തന്നെ തുടരുകയാണ് M ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ. ദേവരാജൻ മാസ്റ്ററുടെ വാത്സല്യവും സ്നേഹവും ആവോളം നുകർന്ന ജയചന്ദ്രൻ അത് പുതിയ സംഗീതജ്ഞരിലേക്ക് പകർന്നു നൽകാനാണ് പുസ്തകം രചിച്ചത്. വരിക ഗന്ധർവ ഗായക എന്ന പുസ്തകം ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ചുള്ള പുസ്തകമാണെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. ആത്മബന്ധത്തിന്റെ മഹത്തരമായ അനുഭവങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളും പുസ്തകത്തിലുണ്ട്. ഇന്ന് സമൂഹം മാറിയതിനനുസരിച്ച് സിനിമാ സംഗീതവും മാറി. ആരോപണങ്ങൾ എന്നും പ്രചോദനമാണെന്നും സംഗീതത്തിലെ സമാനതകൾ കേൾവിക്കാരന്റെ അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. P ജയചന്ദ്രൻ എന്ന മഹാഗായകനോട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മഹാനായ ഗുരുവിന്റെ ശിഷ്യനായി ശുദ്ധ സംഗീതത്തിലൂടെ മാത്രമേ താൻ സഞ്ചരിക്കൂ എന്നും M ജയചന്ദ്രൻ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരിക ഗന്ധർവ ഗായക എന്ന പുസ്തക പ്രകാശനം മെയ് 23-ന് KP കേശവമേനോൻ ഹാളിൽ MT വാസുദേവൻ നായർ നിർവഹിക്കും. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ കുടുംബസംഗമം കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തക കാഞ്ചനമാല ഉദ്ഘാടനം നിർവഹിച്ചു. 4.5 പതിറ്റാണ്ടിലേറെ നിർമ്മാണ മേഖലയിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലയിലെ മുഴുവൻ മെമ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കുടുംബസംഗമം ഒരുക്കിയത്. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തക കാഞ്ചനമാല ഉദ്ഘാടനം ചെയ്തു. പഴയ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകളുടെ ഒരു കാര്യവുമില്ലാതെ മൊഴി ചൊല്ലുന്ന ഇന്നും അതിവിടെ പ്രശ്നങ്ങളായി ഇരിക്കുകയാണെന്ന് നമുക്കറിയാം. ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പ്രശ്നപരിഹാര കേന്ദ്രത്തിൽ വരുന്നത് വൃദ്ധന്മാരുടെ തേങ്ങലാണ്. പിന്നെ മറ്റൊരു അപകടകരമായ മേഖലയും കൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് മൊബൈൽ കൊണ്ടുള്ള ചതുക്കുയിൽ വീണ സ്ത്രീകളുടെ കണ്ണുനീർ. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഞാൻ വല്ലവർക്കും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള മടുപ്പ് ഒഴിവാക്കണം. എങ്കിൽ ഒരല്പം കുടുംബം ആയതുകൊണ്ട് ഇവിടെ കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, മാതാപിതാക്കളാണ് അധികം ആളുകളും. അവരറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നമാണിത്. സ്വാഗത സംഘം ചെയർമാൻ അസ്ലം മുക്കം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആദ്യം ഉത്തരവാദിത്തം, അവകാശം പിന്നീട് എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് 3 വർഷം മുമ്പ് സംഘടന രൂപീകരിക്കപ്പെട്ടത്. സർക്കാർ തലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും തൊഴിൽ മേഖല സംരക്ഷിച്ച് നിലനിർത്തുന്നതിനുമായുള്ള ശ്രമത്തിലാണിപ്പോൾ സംഘടന. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്തേടത്ത്, വ്യാപാര വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി CK വിജയൻ, ALCA സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മജീദ്, സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് M തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സ്? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നേ? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. വാർത്തകൾ തുടരുന്നു. അവശതകൾ മറന്ന് കടൽ കാണാൻ അവരെത്തി. നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് കീഴിലെ അത്താണിയിൽ സാന്ത്വന പരിചരണം തേടുന്നവരും കുടുംബാംഗങ്ങളുമാണ് ബീച്ചിലെത്തിയത്. ചക്രകസേരകളിൽ അഭയം പ്രാപിച്ചവർ തുറമുഖത്തെ കപ്പലുകൾ കണ്ടും ബീച്ചിലെത്തി കടൽക്കാറ്റുകൾ ആസ്വദിച്ചും ഒരു ദിനം ചിലവിട്ടു. സായാഹ്ന സമയത്ത് ബേപ്പൂർ തുറമുഖത്തേക്ക് 15ഓളം ആംബുലൻസുകൾ നിരനിരയായി വരുന്നത് കണ്ട നാട്ടുകാർക്ക് ഒരങ്കലാപ്പുമില്ല. ആംബുലൻസുകളിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം 40ഓളം രോഗികൾ. ഇവർക്ക് തനിയെ ഒന്നിനും സാധ്യമല്ല. സഹായത്തിനായി 1-2 പേർ കൂടെ വേണം. തുറമുഖത്തെത്തിയ ഇവരെ സ്വീകരിക്കാൻ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേരത്തെ എത്തിച്ചേർന്നിരുന്നു. നിരാലംബരും പരിചരിക്കാൻ ബന്ധുക്കളുമില്ലാത്തവരെ ഏറ്റെടുത്ത് താമസവും ചികിത്സയും പരിചരണവും നൽകുന്ന നരിക്കുനിയിലെ സാന്ത്വന കേന്ദ്രം അത്താണിയിലെ അന്തേവാസികളാണ് ഇവർ. പുറം ലോകത്തേക്ക് യാത്ര ചെയ്യാൻ ശാരീരിക വിഷമതകൾ ഇവരെ അനുവദിക്കാറില്ല. എങ്കിലും അത്താണിയുടെ സംഘാടകർ ആ സാഹസത്തിന് ഇവർക്ക് അത്താണിയായി. കാണാക്കാഴ്ചകൾ തേടി എന്ന പേരിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു. ബേപ്പൂർ തുറമുഖത്തെത്തിയപ്പോൾ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. TK അബ്ദുൾ ഗഫൂർ, M മുഹമ്മദ് കോയ, T ബഷീർ അഹമ്മദ്, V ആലി, ബേപ്പൂർ പാലിയേറ്റീവ് കെയർ പ്രതിനിധികളായ ഭരതൻ പള്ളിപ്പുറത്ത്, TP രാമചന്ദ്രൻ എന്നിവർ യാത്രയ്ക്കൊപ്പം ചേർന്നു. അത്താണിയുടെ ചെയർമാൻ എഞ്ചിനീയർ അബൂബക്കർ, സെക്രട്ടറി VP അബ്ദുൾ ഖാദർ, ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ്, KK രാഘവൻ മാസ്റ്റർ എന്നിവർ വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുറമുഖവും കപ്പലും ബീച്ചും കണ്ട നിർവൃതിയിലാണ് ഇവർ മടങ്ങിയത്. കോഴിക്കോട് ആതിഥേയത്വം വഹിച്ച കാജുകാട് ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന് സമാപനം. സമാപന ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും മേയർ വിതരണം ചെയ്തു. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിച്ച 10ാമത് ഫുൾ കോഡാക്ട് ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന് സമാപനമായി. കേരളം, തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ്, ആസാം, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഡൽഹി, രാജസ്ഥാൻ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ൽ പരം കായിക താരങ്ങളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. പരിപൂർണ സുരക്ഷാ ക്രമീകരണങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം, കളരി ഗുരുക്കന്മാർ എന്നിവരുടെ സേവനം, മത്സരത്തിനെത്തുന്നവർക്ക് ഭക്ഷണം, താമസം എന്നിവ ഒരുക്കി കോഴിക്കോടിന്റെ മികച്ച ആതിഥേയത്വത്തിലായിരുന്നു ടൂർണമെന്റ്. കളരി, കരാട്ടെ, കിക്ക് ബോക്സിംഗ്, മൊയ്തായ്, കുംഫു, തായ്ക്കൊണ്ടോ തുടങ്ങി വിവിധ സ്റ്റൈലുകളിലുള്ളവർ സംസ്ഥാനത്തിന്റെ നിലവാരമുയർത്തിക്കൊണ്ടാണ് മാറ്റുരച്ചത്. സമാപന ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷനായിരുന്നു. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും മേയർ വിതരണം ചെയ്തു. കൌൺസിലർ ജയശ്രീ കീർത്തി,
BJP മേഖലാ പ്രസിഡന്റ് പി രഘുനാഥ്, CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് CM പ്രദീപ് കുമാർ, NP പത്മനാഭൻ, സതീഷ് രാജു, പീതാംബരൻ, ശ്രീനിവാസ റെഡ്ഡി തുടങ്ങിയവർ സംബന്ധിച്ചു. അനധികൃതമായി നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് തടഞ്ഞ നെൽവയൽ സംരക്ഷണ സമിതിക്കെതിരെ വ്യാജ പരാതി നൽകിയ സ്ഥലം ഉടമയ്ക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ചോനാടത്തിൽ താഴം നീർത്തട നെൽവയൽ സംരക്ഷണ സമിതി ചെയർമാൻ മജീദ് ചോനാടത്തിൽ ആവശ്യപ്പെട്ടു. അധികൃതർ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് തടഞ്ഞ സംരക്ഷണ സമിതി ചെയർമാനും ജനറൽ കൺവീനർക്കും പ്രദേശത്തെ മറ്റ് 4 പേർക്കുമെതിരെ സ്ഥലം ഉടമയുടെ ഭാര്യയെ കയ്യേറ്റം ചെയ്തതായുള്ള വ്യാജ പരാതിയാണ് പോലീസിൽ കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും നടത്താതെ 6 പേരുടെയും വീട്ടിൽ ചെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് നെൽവയൽ സംരക്ഷണ സമിതി ചെയർമാൻ മജീദ് പറഞ്ഞു. വ്യാജ പരാതിയിൽ വീട്ടുകാരോട് അപമര്യാദയെ പെരുമാറിയ പോലീസിന്റെ പേരിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കൈക്കൂലി വാങ്ങി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത പോലീസുകാരന്റെ പേരിലും പരാതി കൊടുത്ത സ്ഥലം ഉടമയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും വിഷയം DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചോനാടത്തിൽ താഴം നീർത്തടം നെൽവയൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ 57ാം വാർഷികാഘോഷവും സ്നേഹവിരുന്നും അമലാപുരി ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്നു. കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും സ്കോളർഷിപ്പിന് അർഹരായവർക്കും കളക്ടർ ഉപഹാരങ്ങൾ നൽകി. കാത്തലിക് യങ് മെൻസ് അസോസിയേഷന്റെ 57ാം വാർഷികവും സ്നേഹവിരുന്നും വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. അമലാപുരി ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. ഈ കമ്മ്യൂണിറ്റിയിലെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൂടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വ്യക്തിത്വ വികാസത്തിനാണെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ കുറേയേറെ നേതൃത്വം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉള്ളത് ഓർക്കുമ്പോൾ തന്നെ വളരെ ചാരിതാർത്ഥ്യജനകമാണ്. ചടങ്ങിൽ കാത്തലിക് യങ് മെൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്കും സ്കോളർഷിപ്പിന് അർഹരായവർക്കും കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് NJ ആന്റണി അധ്യക്ഷനായിരുന്നു. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബിച്ചൻ M തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സെക്രട്ടറി ജോൺ തോമസ്, ജനറൽ കൺവീനർ ജെയിൻ അറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികളോടെ ഇത്തവണത്തെ വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 9ാം വാർഷികവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ നടന്നു. സ്പോർട്സ് മത്സരങ്ങൾ മാറാട് SI KM ബിനീഷും പൊതുപരിപാടി അഡീഷണൽ SI പ്രേമരാജനും ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഗണന നൽകി ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 9ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. വാർഷികാഘോഷങ്ങൾക്കൊപ്പം കലാകായിക മത്സരങ്ങളും റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. തമ്പുരാൻപടി മനോജ് സമ്മത് നഗർ വേദിയായ വാർഷികാഘോഷ പരിപാടികൾ മാറാട് അഡീഷണൽ SI പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റിയിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുടെ റെസിഡൻസ് അസോസിയേഷൻ അവരുടെ ഒരു കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ആ കൂട്ടായ്മകൾ അസോസിയേഷൻ പ്രസിഡന്റ് T ഹരിമോഹൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി KV സുധാകരൻ, നാസിമുദ്ദീൻ അഹമ്മദ്, MK പ്രീതി, സ്വാമിനാഥൻ, സിന്ധു കൃഷ്ണകുമാർ, K സുരേഷ് കുമാർ, മുഹമ്മദ് അഷ്റഫ്, റഫീഖ്, K സുരേഷ് കുമാർ, TK സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal
royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖലയുടെ പങ്കാളിത്തം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് മാത്തോട്ടത്ത് ആരംഭിച്ച നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകീയ പങ്കാളിത്തത്തിലൂടെ ഒരു നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കാണ് ആതുര സേവന രംഗത്തേക്ക് പുതിയ കാൽവെപ്പ് നടത്തുന്നത്. 7 വർഷം മുമ്പ് അരക്കിണറിൽ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോർ ജനങ്ങൾക്ക് നൽകിയ ആശ്വാസത്തണലിന്റെ അംഗീകാര നിറവിലാണ് പുതിയ സംരംഭം. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ബേപ്പൂർ നീതി ഡയഗ്നോസ്റ്റിക് സെന്ററും നീതി മെഡിക്കൽസും സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖലയുടെ പങ്കാളിത്തം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിളവെടുപ്പ് സമയത്ത് ശേഖരിച്ചതായിട്ടുള്ള അരിയും മറ്റ് സാധനങ്ങളൊക്കെയാണ് ഈ വർഷം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ വർഷം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വരാനിരിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് കെ രാജീവ് അധ്യക്ഷനായിരുന്നു. നീതി മെഡിക്കൽ സ്റ്റോർ VKC മുഹമ്മദ് കോയ MLA യും ECG സെന്റർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശകും ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ A അബ്ദുൾ റഷീദ് ബേപ്പൂർ നീതി മെഡിക്കൽസ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി M ജയപ്രകാശ്, കൌൺസിലർമാരായ PK ഷാനിയ, M ഗിരിജ, നെല്ലിക്കോട്ട് സതീഷ് കുമാർ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് EP രാജീവൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PP ബീരാൻ കോയ, ഡയറക്ടർ V ആലി, KV ശിവദാസൻ, TK അബ്ദുൾ ഗഫൂർ, MI മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ബേപ്പൂര റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ബേപ്പൂരിന്റെ പഴയ നാമധേയത്തിലാണ് ബേപ്പൂര റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊണ്ടത്. ചടങ്ങിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് റെസിഡന്റ് അസോസിയേഷൻ വേണം. നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും നമ്മളൊക്കെ അറിയുമായിരുന്നു. ഇന്ന് നഗരം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസം, വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ട ആളുകൾ, പല കാരണങ്ങളാൽ നമ്മൾ ഇവിടേക്ക്, നമുക്കറിയാം പണ്ടൊക്കെ ഒരു പറമ്പിലൊരു വീടായിരുന്നത് ഇന്ന് 3, 2, 1 ഫ്ലാറ്റുകളിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും പരസ്പരം അറിയാത്തതാണ്. പ്രസിഡന്റ് M രാജഗോപാലൻ അധ്യക്ഷനായിരുന്നു. KP രവീന്ദ്രനാഥ്, N സതീഷ് കുമാർ, വിനോദ് കുമാർ C, MI മുഹമ്മദ്, KC ബാബു, മുരളി ബേപ്പൂർ, KP ആനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബേപ്പൂര റെസിഡൻസ് അസോസിയേഷനിലെ മികച്ച വിജയം കാഴ്ചവെച്ച SSLC, +2 വിദ്യാർത്ഥികളെ ചടങ്ങിൽ പാരിതോഷികം നൽകി ആദരിച്ചു. അടിസ്ഥാന ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് വികസന സെമിനാർ. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിലവാരം മെച്ചപ്പെടുത്താനാണ് ജനകീയ ചർച്ചയിലൂടെയുള്ള സെമിനാർ സംഘടിപ്പിച്ചത്. പരിപാടി VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിലൂടെ വികസന രേഖ തയ്യാറാക്കുന്നതിനായി സംഘടിപ്പിച്ച വികസന സെമിനാർ VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മൾ സാധാരണക്കാരായുള്ള മക്കൾ പഠിക്കുന്ന മുഴുവനും സർക്കാർ സ്കൂളുകളാണ്. അവർക്ക് ആശ്രയം അതാണ്. കാരണം ഫീസ് കൊടുക്കണ്ട. ആ സമയത്ത് മറ്റിടത്തുള്ളതിനേക്കാളൊക്കെ ഏറ്റവും നല്ല അധ്യാപകരുകളാണ്. ട്രെയിൻഡ് ആയുള്ള അധ്യാപകർ, കൈ നിറച്ച് ശമ്പളം വാങ്ങുന്ന അധ്യാപകർ, ഇതൊക്കെ സർക്കാർ സ്കൂളിലാണ്. മറ്റിടത്ത് ഈ ട്രെയിൻഡ് ആയുള്ള അധ്യാപകരല്ല. അവർക്ക് ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം, പല പഠിപ്പിക്കും, മറ്റു ഭാഷകളൊക്കെ അറിയാം. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ശമ്പളം തുച്ഛാണ്. അവരുടെ ജോലി സംതൃപ്തരായിട്ട് എല്ലാവരും എടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ഇത്രയും സൗകര്യം ഗവൺമെന്റ് ചെയ്യുന്നുള്ളപ്പം നമുക്കത് പൂർണ്ണമായിട്ട് അതിന്റെ പ്രയോജനം നമ്മളെ മക്കൾക്ക് കിട്ടുന്നില്ല. PTA പ്രസിഡന്റ് രാജീവൻ മാടായി അധ്യക്ഷനായിരുന്നു. കൌൺസിലർ നെല്ലിക്കോട്ട് സതീഷ് കുമാർ, ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ കൺവീനർ PP രാമചന്ദ്രൻ, ഡോക്ടർ P ശശികുമാർ, പ്രധാനാധ്യാപിക V ജീജ, കരുവള്ളി ശശി, AV ഗിരീഷ്, KP ബൈജു, M മുഹമ്മദ് കോയ, KS ഭീഷ്മർ, K വിശ്വനാഥൻ, എടത്തൊടി രാധാകൃഷ്ണൻ, ഡോക്ടർ MP പത്മനാഭൻ, TK അബ്ദുൾ ഗഫൂർ, KV മുസ്തഫ, P രജിതകുമാരി, K പ്രബീഷ് കുമാർ, MV മുഹമ്മദ് ഷിയാസ്, C ഭാസ്കരൻ, K ബീന, C സാജു, മുരളി ബേപ്പൂർ എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപാദന കയറ്റുമതി വിപണന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സേതൂസ് ഹരിതം ഫുഡ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഇനി നമ്മുടെ നഗരത്തിലും ലഭ്യമാകും. നീലാംബരി എക്സ്പോർട്സിന്റെ നൂതന സംവിധാനങ്ങളോടെയുള്ള പാക്കിംഗ് യൂണിറ്റ് മോനിക്കരയിൽ പ്രവർത്തനം തുടങ്ങി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് സേദൂസ് ഹരിതം ഫുഡ്സ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ആരംഭിച്ചത്. ഇന്ന് സൗദി അറേബ്യ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് സേദൂസ് ഹരിതം ഫുഡ്സ്. കയറ്റുമതിക്കായുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വയനാട്ടിലെ നീലാംബരി ഫുഡ്സ് ഫാക്ടറിയിലും പാലാഴിയിലെ സേദൂസ് എക്സ്പോർട്സ് എന്ന സ്ഥാപനത്തിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പൂർണ്ണമായും ആധുനികവൽക്കരിച്ച നിർമ്മാണ പാക്കിംഗ് സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ്. ഉൽപാദനത്തിലും കയറ്റുമതിയിലും വിപണനത്തിലും ഏറെ മുന്നേറിക്കഴിഞ്ഞെങ്കിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നഗരത്തിൽ ലഭിക്കുന്നില്ല എന്നതിന് പരിഹാരമായാണ് കക്കോടി മോരിക്കരയിൽ വിപുലമായ പാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ചെയർമാൻ KV വിശ്വനാഥൻ പറഞ്ഞു. ഇതിനായി ആധുനിക രീതിയിലുള്ള പാക്കിംഗ് യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും പൊടിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ ഫാക്ടറിയിൽ പാക്ക് ചെയ്ത് പ്രാദേശിക വിപണിയിൽ എത്തിക്കും. നമ്മുടെ ലോക്കൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്രാഞ്ചായിട്ട് നമ്മളിപ്പോൾ കക്കോടിയുള്ള മോരിക്കര എന്ന സ്ഥലത്ത് പുതിയൊരു യൂണിറ്റ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അത് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മളുടെ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ആരംഭിക്കുന്നത്. സോളാർ എനർജിയിലൂടെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ പാക്കിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുക. അച്ചാറുകളും ധാന്യപ്പൊടികളും കറിപ്പൊടികളുമാണ് വിപണിയിലെത്തിക്കുക. പ്രാദേശിക വിപണി ഉദ്ഘാടനം മോരിക്കരയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജേന്ദ്രൻ നിർവഹിച്ചു. കുവൈത്തിലെ അദ്ഗാഫി അൽ മുത്തൈരി, അൽബിൻ റജബ് അൽ മാലിക്കി, അൽക്ക അൽ മുക്കാരി, പഞ്ചായത്ത് അംഗം ശ്രീജില, മക്കടോൽ ഗോപാലൻ, എം ജയചന്ദ്രൻ മാസ്റ്റർ, സുധീർ മലയിൽ, അബ്ദുൾ സമദ് തുടങ്ങിയവരും കമ്പനി ജീവനക്കാരും കുടുംബാംഗങ്ങളും പ്രൗഢമായ ചടങ്ങിൽ പങ്കെടുത്തു. മായം കലരാത്ത മത്സ്യവുമായി കടലോര മത്സ്യ മാർക്കറ്റ് കോഴിക്കോട് പന്നിയങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇനി മായം കലർത്താത്ത മത്സ്യം കഴിച്ചു തുടങ്ങാം. കോഴിക്കോട് പന്നിയങ്കരയിലാണ് ഈ വിഷരഹിത മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കടലോര മത്സ്യ മാർക്കറ്റ് എന്ന പേരിൽ ആരംഭിച്ച ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായാണ് മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് വിപണനത്തിനെത്തുന്നത്. അതുതന്നെയാണ് ഈ മാർക്കറ്റിന്റെ സവിശേഷതയും. ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ, അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ ആരും മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇടനിലക്കാരായിട്ട് മീൻ വില കൂടുന്നതും തൊഴിലാളികൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത രൂപത്തിൽ, അതായത് 10 ലക്ഷം രൂപയുടെ മീൻ പിടിച്ചാൽ മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്ന 2000 രൂപ ഒരു തൊഴിലാളിക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊഴിലാളികളെ നേരിട്ട് മാർക്കറ്റിംഗിലേക്ക് അവർ പിടിക്കുന്ന മത്സ്യം ഫ്രഷായിട്ട് മാർക്കറ്റിൽ എത്തിക്കുക, അത് സെയിൽ നടത്തുക. ചടങ്ങിൽ നാസിം KA, സിറാജ് വാവാഡ്, സുബൈർ K, അഷ്കർ, സിദ്ദിഖ്, കമാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DLO ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കട അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ മുതിർന്നാൽ കട അടച്ചിട്ട് സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീൻ. ശുചിത്വ നഗരത്തിനായി ജനങ്ങൾ സഹകരിക്കണമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ശില്പശാല. കുടിവെള്ളം കിട്ടാക്കനി. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലും തഴയപ്പെട്ട് ബാലുശ്ശേരിയിലെ കൂനഞ്ചേരി, കോക്കല്ലൂർ പ്രദേശങ്ങൾ. പ്രക്ഷോഭവുമായി ഗ്രാമപഞ്ചായത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.